എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പണ്ടം ഒന്ന് റെഡിയാക്കി എടുക്കാം. പണ്ടം എന്ന് പറയുമ്പോൾ ഫില്ലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. ചെറുതായിട്ട് ഇതുപോലെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം മുന്തിരിയും അണ്ടിപ്പരിപ്പെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അണ്ടിപ്പരിപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് എടുത്താൽ മതി മുന്തിരി കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മുന്തിരിയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിന്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കണം. ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് കണക്കായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വഴറ്റി കുറച്ച് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി തേങ്ങയിലേക്ക് ചേരുകയും വേണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങ ഇതുപോലെ അത്യാവശ്യം ഒന്നും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂട് പോകാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 4-5 നേന്ത്രപ്പഴം നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് തൊലി കളയുക. എന്നിട്ട് ഒരു നേന്ത്രപ്പഴത്തിന് 4-5 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പഴത്തിൻ്റെ വലുപ്പം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു പഴത്തിന് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നല്ല തടി കൂടിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു 5-6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടൈപ്പിലുള്ള പഴമാണ്, അതുകൊണ്ടാണ് ഞാനൊരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പഴം മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിതാ ഇതുപോലത്തെ പാത്രമാണ് എടുത്തിന്. ഇതിലേക്ക് അല്പം ഗീ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഇങ്ങനത്തെ പാത്രം എടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ പാൻ എടുത്താലും മതി. കുറച്ച് കുഴിയുള്ള ഈ ഒരു ടൈപ്പിലുള്ള പാത്രം എടുക്കലാണ് കൂടുതൽ നല്ലത്. ഈ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത പഴം എടുത്തിട്ട് ഇതാ ഇതുപോലെ പാത്രത്തിൻ്റെ അടിയിലായിട്ട് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ ഇതുപോലെ നിരത്തി വെക്കുക. ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, മുട്ടയും മിൽക്ക് പൗഡറെല്ലാം ചേർത്തിട്ട് അതിതാ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുക. നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഗ്യാപ്പെല്ലാം ഉള്ള സ്ഥലത്ത് ഒന്ന് അടഞ്ഞു നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു പഴമൊക്കെ വേറിട്ടിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതാ ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇത് 2 ലെയറായിട്ടെല്ലാം ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ ലെയറിലാണ് ചെയ്യുന്നത്. 2 ലെയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പഴം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയ ബാറ്റർ സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഫില്ലിംഗ് വെച്ചിട്ട് പഴം വെച്ച് കൊടുക്കുക. അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി.
അങ്ങനെ ഫില്ലിംഗ് എല്ലാം ഇട്ടതിന് ശേഷം ഞാനിതാ വീണ്ടും പഴം ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിങ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പഴം കൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ബാക്കിയുള്ള പഴം മുഴുവനും ഇതിലേക്ക് വെച്ചിട്ട് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ബാക്കിയുള്ളത് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഒട്ടും ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അടിഭാഗമൊക്കെ നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഈ മൂടിക്കുള്ള ഓൾസ് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പാന് അടിയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇതാ അടിഭാഗമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. വെക്കുന്ന സമയത്ത് ചെറിയ തീയിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി ഒരു 5 മിനിറ്റ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ മുകൾ ഭാഗവും കൂടെ ഒന്ന് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചൂടോടെ തന്നെ ഇതാ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ചൂടുള്ള പഴം കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂടോടെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.